ഭാരതത്തിൻ്റെ കാനോനിക കാതോലിക്കയായി വാഴിക്കപ്പെട്ട മലങ്കരയിലെ മാർത്തോമായുടെ ഇടവകയുടെ മഫ്രിയാനയായി വാഴിക്കപ്പെട്ട അബുന്മാർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവായ്ക്ക് കേരളത്തിലെ പൗരാവലിയും ക്രൈസ്തവ സമൂഹവും സംയുക്തമായിട്ട് നൽകിയ സ്വീകരണവും അനുമോദനവും ആ ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ഒരു സംഗമ ഭൂമിയായി പുത്തൻകുരിശ് മാറി എന്നുള്ളതാണ്. എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ട ആ വാർത്തകളിൽ, എല്ലാ റിപ്പോർട്ടുകളിലും നമ്മൾ കണ്ടു കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ എല്ലാം മേലധ്യക്ഷന്മാരും പ്രതിനിധികളും അതുപോലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും ആ വലിയ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇവിടെ പ്രസക്തമാകുന്ന ഒരു ചോദ്യം, കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളും അവരുടെ അധ്യക്ഷന്മാരും പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം മാത്രം അവർക്ക് അവിടെ സംബന്ധിക്കുവാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എല്ലാ ക്രൈസ്തവരും ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമ വേദിയിൽ അവർക്ക് വരുവാൻ സാധിക്കാതിരിക്കുന്നത്? സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിൽ പിതാവ് ആ ചടങ്ങിൽ സംബന്ധിച്ചു. മലങ്കര കത്തോലിക്ക സഭയുടെ ആർച്ച് ബിഷപ്പും കർദിനാളുമായിരിക്കുന്ന ബസേലിയോസ് ക്ലീമീസ് പിതാവ് ആ ചടങ്ങിൽ സംബന്ധിച്ചു. മലങ്കര മാർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്ത മാർ തീമോത്തിയോസ് ആ ചടങ്ങിൽ സംബന്ധിക്കുന്നു. തൊഴിയൂർ സഭയുടെ മെത്രാപ്പോലിത്ത സിറിൽ പിതാവ് ആ ചടങ്ങിൽ സംബന്ധിക്കുന്നു. കേരള ലാറ്റിൻ കാത്തലിക് അധ്യക്ഷന്മാർ സിൽവസ്റ്റർ പൊന്നുമുത്തം പിതാവടക്കമുള്ള പിതാക്കന്മാരെ ആ ചടങ്ങിൽ സംബന്ധിക്കുന്നു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ തൊഴിയൂർ സഭയുടെ പ്രതിനിധി സംബന്ധിക്കുന്നത് പോലെ തന്നെ CSI സഭയുടെ ബിഷോപ്പുമാർ, എന്തിനേറെ പറയുന്നു, ഏറ്റവും ഒടുവിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും മറ്റൊരു മെത്രാപ്പോലിത്തായും ആ ചടങ്ങിൽ സംബന്ധിക്കുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ഒരു പരിച്ഛേദം എന്താണ്? കേരളത്തിലെ ക്രിസ്ത്യാനിറ്റി, കേരള ക്രൈസ്തവരുടെ മുഴുവൻ പ്രാതിനിധ്യവും അവിടെ ഉണ്ടായിരുന്നു. സദസ്സിലാകട്ടെ ധാരാളം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട വലിയ വിശ്വാസി സമൂഹത്തെ കാണുവാൻ സാധിച്ചു. അതുപോലെ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ധാരാളം ആളുകൾ ഈ ചടങ്ങ് വീക്ഷിക്കുവാൻ അവിടെ ഉണ്ടായിരുന്നു. പെന്തക്കോസ്ത് വിഭാഗം എന്ന് പറയുമ്പോൾ ഈ ന്യൂ ജനറേഷൻ പെന്തക്കോസ്തൽ ആഭരണമൊക്കെ ഇട്ട് അങ്ങനെയല്ല, അവരെ പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയില്ല. എന്നാൽ ആഭരണങ്ങൾ ഊരിയവരും വെള്ള ഷർട്ട് ധരിക്കുന്നവരും ക്ലീൻ ഷേവ് ചെയ്യുന്നവരായ ഹസ്ബൻഡും ഒക്കെയുള്ള കുടുംബങ്ങൾ, പല കുടുംബങ്ങളെ ആ വീഡിയോയിൽ കാണാൻ സാധിച്ചു.
അപ്പൊ അതൊക്കെ ആ പ്രദേശത്ത് നിന്ന് മുൻകാലങ്ങളിൽ പെന്തക്കോസ്തിൽ പോയിരുന്നതായിരിക്കാം. പുതിയൊരു അധ്യക്ഷൻ തങ്ങളുടെ സമുദായത്തിലേക്ക് വന്നപ്പോൾ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ അവരും തങ്ങളുടെ അധ്യക്ഷനായി അംഗീകരിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. മാർ ബസേലിയോസ് ജോസഫ് വാഴിക്കപ്പെട്ടിരിക്കുന്നത്, ഉയർത്തപ്പെട്ടിരിക്കുന്നത് യാക്കോബായ സഭയുടെ മാത്രം ഒരു കാതോലിക്കയായിട്ടല്ല, മറിച്ച് സഭാവ്യത്യാസം കൂടാതെ ജനഹൃദയങ്ങളിലാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്നതിന് ഇതിലും വലിയ ഒരു തെളിവ് വേണം. അപ്പൊ കേരള ക്രൈസ്തവ സമൂഹം ഈ വാഴിക്കലിനെ സർവാത്മന സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇന്ന് നടന്ന ഈ വലിയ മഹാസമ്മേളനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ സമയത്ത് തീർത്തും തികച്ചും ഒറ്റപ്പെട്ടവരായി IOC വിഭാഗം മാത്രം അതിൽ നിന്ന് വേറിട്ട് നിന്നു വ്യത്യസ്തരായി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഞാൻ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ അംഗങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ എത്രമാത്രം ഒറ്റപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ നേതൃത്വത്തിന്റെ വികലമായ നയങ്ങൾ, ചരിത്രപരമായ വങ്കത്വം നിങ്ങളെ ഒരൊറ്റപ്പെട്ട തുരുത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു ഭ്രാന്തനായ ഡ്രൈവർ യാത്രികരുമായി വളരെ വിജനമായതും അപകടം പിടിച്ചതുമായ ഒരു തുരുത്തിലേക്ക് വാഹനം ഓടിച്ചു പോകുന്നത് പോലെ പലപ്പോഴും ഹോളിവുഡ് സിനിമകളിലൊക്കെ നമ്മൾ അത്തരത്തിലുള്ള രംഗങ്ങൾ ധാരാളം പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇത് അതുപോലെയാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഉൽപ്പതിഷ്ണുക്കളായ വിശ്വാസികൾ ഉണരുവാനുള്ള, പ്രതികരിക്കുവാനുള്ള സമയമാണിത്. കാരണം ഇതിലും വലിയൊരു അപമാനം നിങ്ങൾക്ക് വരാനില്ല. കാരണം എന്തുമാകട്ടെ, കേരളത്തിലുള്ള എല്ലാ ക്രൈസ്തവ സഭകളുടെയും അധ്യക്ഷന്മാർ ഒരുമിച്ച് ഒരു വേദി പങ്കിടുമ്പോൾ പരസ്പരം അവർ ആശ്ലേഷിക്കുകയും കുശലാന്വേഷണം നടത്തുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് സമ്മാനങ്ങളും അനുമോദനങ്ങളും നൽകുകയും ഒക്കെ ചെയ്യുന്ന വലിയ ആഹ്ലാദത്തിൻ്റെയും വലിയ സന്തോഷത്തിൻ്റെയും ഒരു വേദിയിൽ മാറ്റി നിർത്തപ്പെടുകയാണോ മാറി നിൽക്കുകയാണോ അതിലെ അംഗങ്ങൾക്ക് പോലും വ്യക്തമല്ല. എന്തുകൊണ്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഓരോ വിശ്വാസികളും സ്വയം ചോദിക്കുകയും തമ്മിൽ ചോദിക്കുകയും തങ്ങളുടെ നേതൃത്വത്തോട് ആരായുകയും വേണം, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? സീറോ മലബാർ സഭ, മലങ്കര കത്തോലിക്ക സഭ, മലങ്കര മാർത്തോമാ സഭ, മലബാർ സ്വതന്ത്ര സഭ, CSI സഭ, കേരള കത്തോലിക്ക ലാറ്റിൻ സഭ, അതുപോലെ ബിലീവേഴ്സ് സഭ വരെയുള്ള എല്ലാ സഭകളും. അപ്പൊ എല്ലാ സഭകളുടെയും അധ്യക്ഷന്മാരും പ്രതിനിധികളും ഒരുമിച്ച് ഒരു വേദി പങ്കിടുന്ന സമീപകാല ചരിത്രത്തിലൊന്നും ഇങ്ങനെ ഒരു വേദി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അത്രമാത്രം അനുഗ്രഹീതമായ, ധന്യമായ, അപൂർവമായ, വിശിഷ്ടമായ ഒരു വേദിയിൽ IOC പ്രതിനിധികൾ ഇല്ലാതെ വന്നത് എന്തുകൊണ്ട്? അച്ചുവിന്റെ അമ്മ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, മീര ജാസ്മിനും ഉർവശിയും ഒക്കെ അഭിനയിച്ച സിനിമ. ആ സിനിമയില് അച്ചു എന്ന കഥാപാത്രത്തെ മീര ജാസ്മിനാണ് അവതരിപ്പിക്കുന്നത്. ആ കഥാപാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്മേ, നമ്മൾ എങ്ങനെയാണ് ആരുമില്ലാത്തവരായത്? നമ്മൾക്ക് എന്താണ് ആരുമില്ലാത്തത്? ഒരു വല്ലാത്ത ചോദ്യമാണ്. IOCക്കാർ ചോദിക്കണം, നമ്മൾ എന്താണ് ഇങ്ങനെയായത്? നമ്മൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ പൊതുസമൂഹത്തിൽ തീർത്തും ഒറ്റപ്പെട്ടത്? നിങ്ങൾ ഒറ്റപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇത്ര വലിയ സഭകളുടെ സംഗമം നടക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കടന്നു ചെല്ലാൻ പറ്റുന്നില്ല? അതിനുള്ള ഉത്തരം കേരളത്തിന്റെ പൊതുസമൂഹത്തിനറിയാം. ദുരമൂത്ത, അത്യാഗ്രഹം മൂത്ത,
സ്വാർത്ഥത മൂത്ത, അഹങ്കാരം മൂത്ത, അഹങ്കാരം കൊണ്ട് കണ്ണു കാണാതായ ഒരു അന്ധ നേതൃത്വമാണ് നിങ്ങളുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. പൊതുസമൂഹത്തിൽ ഇറങ്ങുവാൻ, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുവാൻ, മറ്റുള്ളവർ ഇടപെടുന്നിടത്ത് ഇടപെടുവാൻ സാധിക്കാതെ അത്രമാത്രം അഴുക്കുപുരണ്ടിരിക്കുന്നു നിങ്ങളുടെ മനസാക്ഷിയിൽ പോലും. അതുകൊണ്ട് ഹൃദയം തുറന്ന് സംസാരിക്കുവാനോ, മറ്റ് സഭാ നേതൃത്വത്തിന്റെ മുഖത്ത് നോക്കുവാനോ, അവരെ ആശ്ലേഷിക്കുവാനോ അഭിവാദനം ചെയ്യുവാനോ ഒന്നും കഴിയാൻ ധാർമ്മികമായ കരുത്തില്ലാത്തവരായി ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ നേതൃത്വം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ദിസ് ഈസ് സോ ഡേഞ്ചറസ്. ദിസ് ഈസ് സോ ഡേഞ്ചറസ് ഫോർ എ ക്രിസ്ത്യൻ ചർച്ച്. അതൊരു ക്രിസ്തീയമായ സഭയ്ക്ക് മറ്റുള്ളവരോട് സംസാരിക്കുവാൻ സാധിക്കാതെ വരിക, മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ കഴിയാതെ വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ദുരന്തമാണ്. അപ്പൊ ഏറ്റവും വലിയൊരു ദുരന്തമായി അപ്പോൾ IOC എന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്ററായി, ഒരു ദുരന്തമായി മാറിയിരിക്കുന്നു. IOCയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും, അവിടുത്തെ വൈദികരും വൈദിക വിദ്യാർത്ഥികളും ഷമ്മാശന്മാരും ഇത് ചിന്തിക്കണം. കാരണം നിങ്ങളുടെ സഭ എത്രമാത്രം ദയനീയമായ ഒരവസ്ഥയിലേക്കാണ് നിപതിച്ചിരിക്കുന്നത്, എത്ര വലിയ അധപ്പതനമാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഓൾട്ടർനേറ്റീവ് പ്ലാൻസ് ആർ ദെയർ, വി വിൽ മേക്ക് ഇറ്റ് അപ്പ്. എന്നോടൊരു IOC-കാരൻ പറഞ്ഞു, ഞങ്ങൾ ഇതിനെ പരിഹരിക്കും, ഞങ്ങൾ ഈ ക്ഷീണത്തെ മാറ്റും. ഏപ്രിൽ മാസം ആദ്യ ആഴ്ച പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ ശ്രാദ്ധ പെരുന്നാളുണ്ട്. കോട്ടയം ജില്ലയിൽ ഒരുമാതിരി ആള് കൂടുന്ന ഒരു പരിപാടിയാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പള്ളികളില് പരിമല പള്ളി കഴിഞ്ഞാൽ പിന്നെ 10 പേർ ഒരുമിച്ച് കൂടുന്ന ഒരു പള്ളിയാണ് പാമ്പാടി പള്ളി. ജാതി മത ഭേദമന്യേ ആ വിശുദ്ധനായ, ആ താപസനായ ആ തിരുമേനിയുടെ ശ്രാദ്ധ പെരുന്നാളിന് ആളുകൾ കൂടും. അപ്പൊ അവിടെ ഒരു മീറ്റിംഗ് വെച്ച് കുറച്ച് രാഷ്ട്രീയക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഒരു യോഗം നടത്തി ജനങ്ങളുടെ കണ്ണിൽ, അല്ലെങ്കിൽ സ്വന്തം അനുയായികളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ പിറകിൽ തയ്യാറാക്കുന്നുണ്ട്. ഞങ്ങളുടെ കോട്ടയത്തെ ദിയസ്കോറോസ് മെത്രാച്ചനാണ് അതിന്റെ പുറകിൽ ചരട് വലിക്കുന്നത്. അതോടുകൂടി ഈ ക്ഷീണം മാറ്റും. ഒരാഴ്ച കഴിയുമ്പോൾ ഞങ്ങൾ ഈ ക്ഷീണം മാറ്റുമെന്ന് എന്നോട് ആൾ ഫോണിൽ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. വളരെ നല്ല കാര്യമാണ്.